നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കണോ? അതിന് സ്വപ്നം കണ്ടാൽ മതി. സ്വപ്നം എന്ന് പറയുമ്പോൾ അത് പലതരമുണ്ട്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം, ഭാവനയിൽ കാണുന്നത്, മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച് കാണുന്ന സ്വപ്നം. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്കും ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ദിവാസ്വപ്നങ്ങൾക്കും ഒരേ സ്വഭാവമാണ്. ബോധം വരുമ്പോൾ നഷ്ടബോധം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. സ്വപ്നം കാണുന്നത് തെറ്റില്ല, എന്നാൽ അത് മനസ്സറിഞ്ഞ് കാണുന്ന, ആഗ്രഹിച്ച് കാണുന്ന സ്വപ്നങ്ങളായിരിക്കണം. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനാവശ്യമായ നിശ്ചയദാർഢ്യവും അധ്വാനിക്കാനുള്ള സന്നദ്ധതയും നമുക്കുണ്ടാവണം. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ നടക്കാത്ത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഉപബോധ മനസ്സിൻ്റെ ഒരുതരം തന്ത്രമാണ്, ഒരു പ്രക്രിയയാണ്. ഭാവനയിൽ കാണുന്നതാണല്ലോ വെറും ദിവാസ്വപ്നവും. എന്നാൽ മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങൾ അതിനായി വിയർപ്പൊഴുക്കാൻ തയ്യാറായാൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങളുടെ അവകാശി അത് കാണുന്നയാൾ മാത്രമാണ്, അല്ലേ? അയാൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും ആഴവും മൗലികതയും മനസ്സിലാവൂ. മനസ്സറിഞ്ഞ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഇതുവരെ എത്ര എണ്ണം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ മനസ്സറിഞ്ഞ് സ്വപ്നം കാണാനുള്ള ശേഷി നമുക്ക് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ഡോക്ടർ ജോസഫ് മർഫി. നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ ജീവിത വിജയമാക്കി മാറ്റാം, നമ്മുടെ മനസ്സുകൊണ്ട് ജീവിത വിജയമാക്കി മാറ്റാമെന്ന് വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ്. നിങ്ങളെല്ലാവരും ഇത് വായിക്കുക. എല്ലാവർക്കും സ്വപ്നം കാണാനാവട്ടെ. തുറക്കട്ടെ മനസ്സുകൾ.